dear students, welcome to my class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് unit 4ലെ Rhythms of Lifeലെ next part ആണ് The Wooden Cup, written by Domenico Vittorni. He was an Italian author and professor. He was born in Italy and later went to the USA and taught at the Temple University and the University of Pennsylvania. His most famous book is The Thread of Life. The Wooden Cup. Once upon a time, in far off Italy, there was a little boy whose name was Robertino. He loved his grandfather very much. The little boy and the old man were good friends. They spent much time together. Robertino loved to sit on his grandfather's knee and listen to the story he told him. Grandfather was a wonderful storyteller, and the stories he told, fairy tales and exciting hunting stories like the one in which grandfather himself had once catch an eagle. There was a strong bond of love between the two. പണ്ട് ഇറ്റലിയിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? റോബർട്ടിനോ എന്നായിരുന്നു അല്ലേ ആ ഒരു ചെറിയ കുട്ടിയുടെ പേര്. അവൻ്റെ മുത്തശ്ശനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ചെറിയ ആൺകുട്ടിയും മുത്തശ്ശനും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ വളരെ അധികം സമയം ഒരുമിച്ചാണ് ചെലവഴിക്കാറ്. Robertino loved to sit on his grandfather's knee and listen to the stories he told him. Grandfather was a wonderful storyteller. റോബർട്ടിനോ മുത്തശ്ശൻ്റെ മടിയിലിരുന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞു തരുന്ന കഥകൾ കേൾക്കുന്നതിന് അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. മുത്തശ്ശനാണെങ്കിലോ നല്ലൊരു കഥ പറയുന്ന ഒരാളായിരുന്നു. വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കഥകൾ പറഞ്ഞു കൊടുക്കാറില്ലേ. എങ്ങനത്തെ കഥകളാണ് മുത്തശ്ശൻ പറഞ്ഞു തരുന്നത്? അത്ഭുത ലോകത്തെ കഥകൾ, വേട്ടയാടുന്ന കഥകളൊക്കെ പറയാറുണ്ട്. അതിലൊരു കഥ ഏതായിരുന്നു? മുത്തശ്ശന് തന്നെ ഈഗിളിനെ പിടിച്ച കഥയായിരുന്നു അല്ലേ. മുത്തശ്ശന് സ്വയം ഈഗിളിനെ പിടിച്ച കഥയായിരുന്നു പറഞ്ഞു കൊടുത്തു അല്ലേ. ഈഗിൾ എന്താണ്? കഴുകനെ പിടിച്ച കഥയായിരുന്നു അല്ലേ. അവർ രണ്ടുപേരും തമ്മിൽ വളരെ ആഴമുള്ളൊരു സ്നേഹബന്ധമായിരുന്നു ഈ മുത്തശ്ശനും ചെറുമകനും തമ്മിൽ. Grandfather had come to live with Robertino's parents when grandmother died 3 years before. Robertino's mother did not understand the loneliness of the old man. Sometimes she was very impatient with him, especially on those days when his hands shook and he would draw what he was holding. അങ്ങനെ ഗ്രാൻഡ് ഫാദർ എപ്പോഴാണ് റോബർട്ടിനോ ഫാമിലിയോട് കൂടെ ജീവിക്കാൻ വന്നത്? റോബർട്ടിനോൻ്റെ മുത്തശ്ശിയിലെ ഗ്രാൻഡ് മദർ മരിച്ചു പോയപ്പോഴാണ് മുത്തശ്ശൻ അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നതല്ലേ. അത് എപ്പോഴായിരുന്നു? 3 വർഷം മുമ്പായിരുന്നു. റോബർട്ടിൻ്റെ അമ്മയ്ക്ക് ആ മുത്തശ്ശൻ്റെ ഒറ്റപ്പെടൽ ഒട്ടും തന്നെ മനസ്സിലായിരുന്നില്ല. കാര്യം എന്താണ്? ചില ദിവസങ്ങളിൽ അവർ ആ മുത്തശ്ശൻ്റെ അടുത്ത് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. എങ്ങനെ? ദേഷ്യത്തോടു കൂടെയാണ് ബിഹേവ് ചെയ്യാറില്ലേ. എന്തിനായിരുന്നു? ചില ദിവസം മുത്തശ്ശൻ്റെ കൈകളിലെ എങ്ങനെ വിറക്കും. കാര്യം എന്താണ്? വയസ്സായ ആൾക്കാരുടെ കൈകളൊക്കെ ഇങ്ങനെ ഷൂക്ക് ചെയ്യില്ലേ, വിറക്കും. അപ്പോൾ എന്താണ്? അപ്പോൾ കയ്യിൽ പിടിക്കുന്ന ഗ്ലാസ് ആയിക്കോട്ടെ കപ്പായിക്കോട്ടെ നിലത്ത് വീണ് പൊട്ടൂലേ. അപ്പോൾ റോബർട്ടിൻ്റെ അമ്മയ്ക്ക് അത് വളരെയധികം ദേഷ്യമായിരുന്നു. One night at dinner, grandfather lifted his cup to drink his coffee. His poured out and shook so much that the coffee spilled in the clean white tablecloth. The cup falling from his hands broke into many pieces. Robertino's mother spoke angrily to the old man. Grandfather never said word in reply, but only looked at her with sadness in his eyes. Robertino was also very unhappy, poor dear grandfather. ഒരു ദിവസം അത്താഴം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശൻ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കപ്പൊന്ന് എടുത്തുല്ലേ. അദ്ദേഹത്തിൻ്റെ ആ കൈ വിറക്കുന്നത് കാരണം ആ കപ്പിലുണ്ടായിരുന്ന കോഫിയൊക്കെ ടേബിളിൽ വിരിക്കുന്ന ക്ലോത്തിൽ തുള്ളി തുള്ളിയായി വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ആ കപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു അല്ലേ. പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. ഇത് കണ്ടുവന്ന റോബർട്ടിൻ്റെ അമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു അല്ലേ. അവർ ദേഷ്യത്തോടെ മുത്തശ്ശനെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചേ? Grandfather never said a word in reply, but only looked at her with sadness in his eyes.
അങ്ങനെ നമ്മുടെ മുത്തശ്ശന് ഒരിക്കലും റോബർട്ടിൻ്റെ അമ്മയോട് ഒന്നും തിരിച്ച് പറഞ്ഞില്ലല്ലേ. എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ചീത്ത പറയുമ്പോഴും അദ്ദേഹം എന്താ ചെയ്യാറ്? അദ്ദേഹം കണ്ണിൽ വളരെയധികം ദയനീയമായി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ റോബർട്ടിനക്ക് ഇത് വളരെയധികം വിഷമം തോന്നിയില്ലേ. കാര്യം എന്താണ്? എൻ്റെ പാവം മുത്തശ്ശന് അവനിങ്ങനെ ആലോചിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് grandfather had to eat all alone at the little table in the kitchen. There was sadness in his eyes when he heard about his new arrangement. There was sadness in the gentle smile he gave his grandchild. As soon as Robertino finished his dinner, he would run into the kitchen to be with the old man he loved so much. And the kitchen became a beautiful land where there was no pain and no sadness. There the old man and the little child could move about happily, hand in hand. ആ ഒരു സംഭവത്തോടു കൂടി പിന്നെ എന്തായി? മുത്തശ്ശനെ ഇനി തൊട്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ടേബിളിൽ അത്താഴം കഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ കിച്ചണിലുള്ള ഒരു ചെറിയ ടേബിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഈ റോബർട്ടിൻ്റെ അമ്മ പുതിയൊരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണല്ലേ. ഇനി തൊട്ട് നമ്മുടെ കൂടെ ഒന്നും മുത്തശ്ശനെ ഫുഡ് കഴിക്കാൻ ഇരുത്തണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സങ്കടം തോന്നിയില്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശന് റോബർട്ടിനെ നോക്കിയൊന്ന് ചിരിച്ചു. പക്ഷേ അതിലെന്താണ്? ആ ചിരിയിൽ നല്ലോണം സങ്കടം നിറഞ്ഞതായിരുന്നു. ഓക്കെ, റോബർട്ടിൻ അവൻ്റെ ഡിന്നർ പൂർത്തിയാക്കിയിട്ട് അവന് ഓടുമായിരുന്നു അല്ലേ. ആരടുത്തേക്ക്? അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്കല്ലേ. എന്തിനായിരുന്നു? അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ കിച്ചണ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ മാത്രം സന്തോഷം നിറഞ്ഞൊരു ലോകമായി മാറില്ലേ. അവിടെ വേദനയോ വിഷമമോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ കിച്ചണിൽ രണ്ടു പേർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇരിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. Went on. Grandfather grew older and weaker. His hand shook more and more. One night, as he sat all alone in the kitchen, his hand shook and he dropped his cup of soup. The cup broke into many pieces. Robertino's parents rushed into the kitchen and saw the spit soup on the cleaned floor. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മുത്തശ്ശന് വയസ്സായി കൊണ്ടിരിക്കുകയാണല്ലേ. അദ്ദേഹം വളരെ ടയേർഡായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് ആ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വളരെയധികം വിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂപ്പിലെ അത് നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു. ആ സൂപ്പ് നിറച്ചിരുന്ന ബൗള് നിലത്ത് വീണിട്ട് പല കഷ്ണങ്ങളായി ചിന്നി ചിതറി. റോബിൻസന്റെ പാരൻസ് ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് ഡൈനിങ് റൂമിൽ നിന്ന് കിച്ചണിലോട്ട് ഓടി വന്നുല്ലേ. കണ്ട കാഴ്ച എന്താണ്? ആ വൃത്തിയുള്ള ഫ്ലോറിൽ ആകെ സൂപ്പൊക്കെ പോയി കിടക്കുകയാണ്. ഇത് കണ്ട റോബിൻസന്റെ അമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. Robertino was upset. His mother spoke more angrily than she had ever done before. The only thing to do, she said, was to give the old man a wooden cup. She didn't want her dishes broke just because he had become so careless. റോബർട്ടിന് ഇത് കണ്ടപ്പോൾ സങ്കടമായില്ലേ. കാര്യം എന്താണ്? ആ സമയത്ത് എന്താണ് അവിടെ ഉണ്ടായത്? അമ്മ ഇതുവരെ ദേഷ്യപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് മുത്തശ്ശനോട് തട്ടിക്കയറാൻ തുടങ്ങിയില്ലേ. ഇനി ആകെ ഒരു കാര്യം ചെയ്യാനുള്ള എന്താണ്? മുത്തശ്ശൻ ഇനി പൊട്ടുന്ന പാത്രങ്ങളൊന്നും കൊടുക്കില്ല. പകരം എന്ത് കൊടുക്കണം? വുഡൻ കപ്പിലെ, അതായത് മരത്തിൻ്റെ കപ്പിലാണ് ഇനി മുത്തശ്ശന് സൂപ്പ് കൊടുക്കാൻ പോകുന്നതെന്ന് പറയാണ് നമ്മുടെ റോബർട്ടിൻ്റെ അമ്മ. Suddenly, the child went over to the fireplace where his mother had swapped the pieces of the cup. He picked the pieces carefully and began to pull them together. Soon the cup seemed to be whole. Then he took a small piece of wood from the fireplace and began to chip it. He kept his eyes on the earthen cup as though it were a model. "What are you making, Robertino?" asked his mother fondly. റോബർട്ടിനോ പെട്ടെന്ന് എന്ത് ചെയ്തു? വേഗം തന്നെ ഫയർ പ്ലേസിൻ്റെ അടുത്തേക്ക് പോയില്ലേ. എന്താണ് ഫയർ പ്ലേസ് എന്ന് പറഞ്ഞാൽ? തീ കത്തിക്കുന്ന ഏരിയക്കാണ് ഫയർ പ്ലേസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഫയർ പ്ലേസിൻ്റെ അവിടെയാണ് അമ്മ പൊട്ടിച്ചിതറിയ കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളതല്ലേ. ചിന്നി ചിതറിയ കപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ അവനെ എടുത്തു വെച്ചിട്ട്
അവൻ എന്ത് ചെയ്തു? വേഗം തന്നെ ഒരു കപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ, പണ്ടത്തെ രൂപത്തിൽ ആക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ആ ഫയർ പ്ലേസിൽ നിന്നൊരു മരക്കഷ്ണം എടുത്തുല്ലേ, എന്നിട്ടൊരു വുഡൻ കപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുല്ലേ. ആ പൊട്ടിയ കപ്പ് നോക്കിയിട്ടാണ് അവന് വുഡൻ കപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് റോബർട്ടിൻ്റെ അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അമ്മ വളരെയധികം ഉത്സാഹത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് റോബർട്ടോ നീ ഉണ്ടാക്കുന്നത്? അപ്പോൾ റോബർട്ടിന് എന്താണ് ആൻസർ പറഞ്ഞത് നമുക്ക് നോക്കാം അല്ലേ. What are you making, Robertino? Asked his mother fondly. I'm making a wooden cup for you to have when you grow old, answered Robertino. Robertino's mother and father were too ashamed to look into Robertino's eyes. They took grandfather's arm and led him back to the dining room and stood near him and helped him as he ate. റോബർട്ടിന് പറയാണ്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അമ്മയ്ക്കറിയോ? ഒരു മരത്തിൻ്റെ കപ്പ് ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? അമ്മയ്ക്ക് വയസ്സാകുമ്പോൾ അതിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് റോബർട്ടിനോ ആൻസർ ചെയ്യാണ്. സ്വന്തം മകന് എന്ത് ചെയ്യുന്നത്? അമ്മയ്ക്ക് വയസ്സാകുമ്പോൾ അമ്മയും ഇതുപോലെ പാത്രങ്ങൾ നിലത്തിട്ട് പൊട്ടിക്കുമല്ലോ. അതിന് പകരം അമ്മയ്ക്ക് ഇപ്പോഴേ വുഡൻ കപ്പ് ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാത്രവും വീണ് പൊട്ടില്ലല്ലോ. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും എന്താ തോന്നിയത്? ആകെ നാണക്കേടായില്ലേ. കാര്യം എന്താണ്? അവർക്ക് അവൻ്റെ കുഞ്ഞു കണ്ണിലേക്ക് നോക്കാനുള്ള ശക്തി പോലും ഉണ്ടായില്ല. ഇങ്ങനെ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായില്ലേ. വയസ്സായാൽ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഗ്രാൻഡ് ഫാദർ മാത്രമല്ല, റോബർട്ടിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കും വയസ്സാകും. എല്ലാവർക്കും വയസ്സാകും. നമ്മളും ഈ പറഞ്ഞ പോലെ ഇതേ ശക്തിയിലൊന്നും പ്രായമാകുമ്പോൾ ഇരിക്കില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. അതൊരിക്കലും അവരുടെ കെയർലെസ് അല്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കപ്പ് വീണ് പൊട്ടാം, അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വീണ് പൊട്ടാം. അതൊന്നും അവരുടെ കെയർലെസ് അല്ല എന്നാണ് പറയുന്നത് അല്ലേ. അവരുടെ ശ്രദ്ധ കുറവല്ല, അവർക്ക് പറ്റാത്തതാണ്. വയസ്സായി കഴിഞ്ഞാൽ നമുക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോബർട്ടിൻ്റെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി. അങ്ങനെ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായില്ലേ. ഗ്രാൻഡ് ഫാദറിൻ്റെ കൈയെടുത്ത് അവരുടെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ തിരിച്ച് ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുവന്നില്ലേ. എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ അവർ സഹായിച്ചു. From that time, grandfather never ate all alone in the kitchen. He sat in his usual place, next to Robertino in the dining room. Robertino was happy again. His grandfather was loved and cared for. Robertino realized that his parents too were experiencing the true happiness that love and kindness bring. ആ ദിവസം തൊട്ട് ഒരിക്കലും മുത്തശ്ശൻ ഒറ്റയ്ക്കിരുന്ന് അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇടവന്നിട്ടില്ലല്ലേ. കാര്യം എന്താണ്? അദ്ദേഹം പണ്ടിരുന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് റോബർട്ടിനോയുണ്ട്. റോബർട്ടിനോൻ്റെ അടുത്തിരുന്നിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ ഭക്ഷണം കഴിക്കുന്നത്. റോബർട്ടിനോക്ക് വീണ്ടും സന്തോഷം തോന്നില്ലേ. അവൻ്റെ മുത്തശ്ശൻ അവൻ്റെ അടുത്ത് തന്നെയുണ്ട് അല്ലേ. അവൻ്റെ മുത്തശ്ശനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കെയർ ചെയ്യുന്നുണ്ട്. റോബർട്ടിനോ എന്ത് മനസ്സിലായി? അവൻ്റെ അച്ഛനും അമ്മയും ആ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നല്ലേ. എന്ത് സന്തോഷമാണ്! അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അവർ റോബർട്ടിനെ പോലെ സ്നേഹിക്കുന്നുണ്ടല്ലേ. അദ്ദേഹത്തെ കെയർ ചെയ്തു തുടങ്ങി. അതിലും പുതിയ സന്തോഷം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ലേ. ഇതാണ് വുഡൻ കപ്പ് എന്ന ഈ ഒരു കൊച്ചു സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടാകൂലേ. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ദേഷ്യം വരും. കാര്യം എന്താണ്? അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ. അതൊക്കെ എന്താണ്? അവരുടെ ഓർമ്മക്കുറവാണല്ലേ. നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവരോട് തട്ടിക്കയറാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതൊക്കെ പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവർ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതൊക്കെ മനസ്സിലാക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കെയർ ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ഓക്കെ, നമ്പർ 1, how did the grandfather entertain the boy? What does it show? എന്താണ് പറയുന്നത്? ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണ് ആ ബോയിനെ സന്തോഷപ്പെടുത്തിയത്? അതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? Then number 2, why did the mother speak angrily? What was the grandfather reaction? എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ആ മദർ ദേഷ്യത്തോടെ സംസാരിച്ചത്?
ആ സമയത്ത് ഗ്രാൻഡ് ഫാദറിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? Then 3. What made the kitchen a beautiful land? ആ കിച്ചൺ മനോഹരമായ സ്ഥലമാക്കിയത് എന്താണ്? Then 4. Is the mother right in the thinking of giving the old man a wooden cup? Justify your answer. മദർ ആ ഓൾഡ് മാന് ഒരു വുഡൻ കപ്പ് കൊടുത്തത് ശരിയാണോ തെറ്റാണോ? ആ ആൻസർ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then 5. Pick out the expression that show the boy's love for his grandfather. ഗ്രാൻഡ് ഫാദറിനോടുള്ള ആ ബോയിനോടുള്ള സ്നേഹം കാണിക്കുന്ന എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Then 6. How did the boy teach his parents the lesson of love? സ്നേഹത്തിന്റെ ആ പാഠം തൻ്റെ പേരൻസിനെ എങ്ങനെയാണ് റോബർട്ടിനോ പഠിപ്പിച്ചത്? The last one, 7. Do you like Robertino? Why? നിങ്ങൾക്ക് റോബർട്ടിനോയെ ഇഷ്ടമാണോ? എന്തുകൊണ്ട്?